ആക്സിയം 4 ദൗത്യത്തിലൂടെ ആദ്യമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. 2025 ജൂൺ 26 എത്തിയത്. സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ പേടകത്തിലാണ് ബഹിരാകാശത്തേക്ക് പോയത്. മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമാണ് ശുഭാംശു ശുക്ല. ISROക്ക് വേണ്ടി 14 ദിവസം കൊണ്ട് 7 പരീക്ഷണങ്ങൾ ശുഭാംശു നിലയത്തിൽ നടത്തും. 41 വർഷത്തിന് ശേഷം ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് ഇദ്ദേഹം. 1984 റഷ്യയുടെ പേടകത്തിൽ ബഹിരാകാശത്ത് പോയ രാകേഷ് ശർമ്മയാണ് ആദ്യ ഇന്ത്യക്കാരൻ. ഉമ, ജ്യോതി ഉൾപ്പെടെ വെള്ളായണി കാർഷിക സർവകലാശാല വികസിപ്പിച്ച 5 വിത്തുകൾ പരീക്ഷണങ്ങളായി കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ത്യയിലെ മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം നേടിയത് കോഴിക്കോട് ആണ്. സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിതനായത് റവാഡ എ ചന്ദ്രശേഖർ. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഡേറ്റാ സെൻറ്റർ നിലയിൽ വരുന്നത് ഷാഹിബാബാദ്, ഉത്തർപ്രദേശ്. 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി ഹേഗ്, നെതർലാൻഡ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ അതിദരിദ്ര വിമുക്ത ജില്ലയാണ് കോട്ടയം. നാഷണൽ ടർമറിക് ബോർഡ് ആസ്ഥാനം ഉദ്ഘാടനം ചെയ്തത് തെലങ്കാനയിലെ നിസാമാബാദിലാണ്. ചെക്ക് റിപ്പബ്ലിക്കിൽ നടന്ന ലോക അത്ലറ്റിക് കോർഡിനേറ്റ് മീറ്റിൽ ജാവലിൻ ത്രോയിൽ ഒന്നാമതായത് നീരജ് ചോപ്ര. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ലോകത്തെ ആദ്യത്തെ ഫുട്ബോൾ മത്സരം നടന്നത് ചൈനയിൽ വെച്ചാണ്. ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗമായ റോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ മേധാവിയായി നിയമിതനായത് ആരാണ്? പരാഗ് ജെയിൻ. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം ലഭിച്ചത് ആർക്കൊക്കെയാണ്? KV രാമകൃഷ്ണൻ, ഏഴാച്ചേരി രാമചന്ദ്രൻ. ഇറാൻ്റെ 3 ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച US സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ നൈറ്റ് ഹാമർ. ഫോർദോസ് നാഥൻസ്, ഇസ്ഫഹാൻ കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത്. സമുദ്രനിരപ്പ് ഉയരുന്നതിനനുസരിച്ച് മുങ്ങിക്കൊണ്ടിരിക്കുന്ന പസഫിക് ദ്വീപ് രാജ്യമാണ് ടുവാലു. വ്യക്തികളിൽ നിന്ന് ആദായ നികുതി ഈടാക്കാൻ തീരുമാനിച്ച ആദ്യ ഗൾഫ് രാജ്യമാണ് ഒമാൻ. ഡീപ് ഫേക്ക് ചിത്രങ്ങളും ശബ്ദങ്ങളും പ്രചരിക്കുന്നത് തടയാൻ വ്യക്തികളുടെ ശരീരത്തിന് പകർപ്പവകാശം നൽകാൻ നിയമം കൊണ്ടുവന്ന രാജ്യമാണ് ഡെൻമാർക്ക്. യാത്രക്കാരെ വഹിച്ചു പറന്ന ലോകത്തെ ആദ്യത്തെ വൈദ്യുത വിമാനം ഏതാണ്? ബീറ്റ ടെക്നോളജീസിൻ്റെ അലിയ 6300. 30 മിനിറ്റ് കൊണ്ട് 130 കിലോമീറ്ററാണ് ഇത് പറന്നത്. ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഉൾപാർട്ടി തിരഞ്ഞെടുപ്പിൽ ജയിച്ച ഇന്ത്യൻ വംശജനാണ് സുഹ്റാൻ മംദാനി.